കഴിഞ്ഞ 10 വർഷത്തിനിടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിലാക്കുന്നതിനൊപ്പം അവയെ മത്സരക്ഷമമാക്കുമെന്നും വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി പി രാജീവ്. ചവറ KMMLന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വിഴിഞ്ഞം കൊച്ചി തുറമുഖങ്ങളെ ബന്ധിപ്പിച്ചൊരുക്കുന്ന വ്യവസായ ഇടനാഴിയിലെ പ്രധാന കേന്ദ്രമാകും KMML. കോറിഡോർ വികസനത്തിനായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. അടുത്ത 15 വർഷത്തിനുള്ളിൽ അപൂർവ ധാതുക്കളുടെ പ്രധാന ഉൽപാദന കേന്ദ്രമായി കേരളം മാറും. 5 വർഷത്തിനിടെ കമ്പനിയിലെ തൊഴിലാളികളുടെ വിവിധ ആവശ്യങ്ങൾ നിർവഹിക്കാൻ 2 കരാറുകൾ നിലവിൽ വന്നു. മോണോസൈറ്റ് ഉൾപ്പെടെയുള്ള ധാതുക്കളുടെ മൂല്യനിർണ്ണയം എങ്ങനെ നമുക്ക് സംയുക്ത സംരംഭങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാം. ഇങ്ങനെ അയൺ ഓക്സൈഡ് ഇങ്ങനെ പോണ്ടുകൾക്കകത്ത് എത്ര കാലം സൂക്ഷിക്കാൻ പറ്റും, അതിന് വ്യത്യസ്തമായി ഇങ്ങനെ നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റും. ഇത് നമ്മുടെ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഈ ഗവൺമെന്റ് വന്ന ഉടൻ മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഷോർട്ട് ടൈം, മിഡ് ടൈം, ലോങ് ടൈം ഗോളുകൾ നിർവഹിച്ചുകൊണ്ട് വിദഗ്ധ സമിതിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന മാസ്റ്റർ പ്ലാനുകൾ. ചവറ കോവിൽത്തോട്ടം മിനറൽ സെപ്പറേഷൻ യൂണിറ്റിൽ തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കാൻ 20 കോടി രൂപ ചെലവഴിച്ച് വിവിധ പദ്ധതികൾ നടപ്പാക്കി. 613 തൊഴിലാളികൾക്ക് കാഷ്വൽ സ്റ്റാറ്റസ് നൽകും. തൊഴിലാളികൾക്ക് വേതന വർധനവ് നടപ്പാക്കുന്നതോടൊപ്പം കമ്പനിയുടെ വരുമാനവും വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. KMML എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ടൈറ്റാനിയം എംപ്ലോയീസ് റിക്രിയേഷൻ ക്ലബ്ബ് എന്നിവയ്ക്കായി നിർമ്മിച്ച കെട്ടിടങ്ങൾ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. 2024-25 സാമ്പത്തിക വർഷത്തെ KMML നേടിയ ലാഭവിഹിതം 4.64 കോടി രൂപ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഏറ്റുവാങ്ങി. ചവറ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി 7.9 ലക്ഷം രൂപ ചെലവഴിച്ചു വാങ്ങിയ ആംബുലൻസിന്റെ താക്കോൽ കൈമാറ്റം ഡോക്ടർ സുജിത് വിജയംപിള്ള MLA നിർവഹിച്ചു. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി KMMLുമായി സഹകരിച്ച് ആരംഭിക്കുന്ന മെഡിക്കൽ ടെസ്റ്റ് ലാബിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ധാരണാപത്രവും ചടങ്ങിൽ ഒപ്പുവെച്ചു. KMML MD P പ്രദീപ് കുമാർ, DPT ചെയർമാൻ K അജിത് കുമാർ, രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി കോർഡിനേറ്റർ അമ്പിളിപ്പിള്ള, യൂണിയൻ പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.